അതാണ് ഇപ്പോഴത്തെ അവസ്ഥ. അതൊന്ന് ഇളക്കി കൊടുക്കാം. നല്ലൊരു മണമൊക്കെ വരുന്നുണ്ട് ഇപ്പോൾ ചെറുത്. ഇനി ഇപ്പോഴത്തെ ചട്ടിയിൽ ഇച്ചിരി വെള്ളം ഉണ്ടായിരുന്നു എൻ്റെ കഥ ഇത്ര ഇതായിട്ട് ഇതാക്കിയിട്ട് ഒരു ചട്ടി വെച്ചിട്ടുണ്ട്. ഇപ്പോൾ തീയും വെച്ചിട്ടുണ്ട്. തീ കുറച്ച് വെച്ചിരിക്കുകയാണ് നമ്മൾ. ഈ ചട്ടിയിലേക്ക് നമുക്ക് ഈ ഇതിടാം. ഒരു കപ്പാണ്. ഇനി ഇതൊന്ന് ഇളക്കി കൊടുക്കണം. ആ സമയത്ത് ഇടയ്ക്ക് നമ്മൾ ഇവിടെ വെച്ച് ഇത് ഇളക്കുന്നുണ്ട് കേട്ടോ, ഇല്ലെങ്കിൽ അടിക്ക് പിടിക്കും. അതാണ് ഇളക്കുന്നത്. ഉപ്പുമാവാണ് നമ്മൾ ഉണ്ടാക്കുന്നത്. ഒരു സ്പൂണിട്ട് ഇളക്കുകയാണ്. ഒരു കപ്പും കൂടെ ഇടുകയാണ്. ഒരര കപ്പ് ഇട്ടിട്ടുണ്ട്. അല്ലെങ്കിൽ എല്ലാവർക്കും കഴിയണ്ടേ. ഇപ്പോൾ നമ്മൾ ഇതിലേക്ക് ഇച്ചിരി 2 കപ്പ് വെള്ളം ചേർക്കുകയാണ്. 2 കപ്പ് വെള്ളം നമ്മൾ ചേർത്തിട്ടുണ്ട്. കാണുമ്പോൾ 1 കപ്പേ തോന്നത്തുള്ളൂ. അപ്പം 2.5 കപ്പാണ് നമ്മൾ ചേർത്തിരിക്കുന്നത്. ഇത് നമുക്ക് ഇളക്കി കൊടുക്കാം. നല്ലപോലെ ഇവിടെ വെള്ളത്തിൽ നല്ല എണ്ണയുടെ ഒരു അംശം ഇതിൽ കാണുന്നുണ്ട് കേട്ടോ. ഇച്ചിരി എടുത്ത് ടേസ്റ്റ് ചെയ്യാം. നമ്മളിപ്പോൾ ഇതിന് കൂട്ടി വെച്ചിട്ടുണ്ട് കേട്ടോ. ഈ തീ നമ്മൾ കൂട്ടി വെച്ചിട്ടുണ്ട്. അതിൻ്റെ ഇടയ്ക്ക് ഇത് ഇളക്കുകയാണ്. നമ്മുടെ ഫസ്റ്റത്തെ വീഡിയോ ആണിത്. എല്ലാവരും ലൈക്ക് ചെയ്തും ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബും ചെയ്യണം. ഇതൊന്ന് ഇളക്കാം. പതുക്കെ ഇളക്കിയാൽ മതി, ഇല്ലെങ്കിൽ ചിലപ്പോൾ ആ വെള്ളം നമ്മൾ ഒഴിച്ചിരിക്കുന്ന വെള്ളം തെറിക്കും. അതിനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ഇച്ചിരി കൂടി ഉപ്പ് നമ്മൾ ഇട്ടിട്ടുണ്ട്. ഉപ്പില്ലായിരുന്നു. നമ്മൾ ഇളക്കി അടുത്ത വീഡിയോഗ്രാഫർ കൊടുക്കാം. ഇവിടെ ഞാൻ കാണിക്കുന്നുണ്ട്. ഇതുപോലെ ഇരിക്കണം. നേരത്തെ ടേസ്റ്റ് ചെയ്ത് ഉപ്പില്ലായിരുന്നു. ഇപ്പോൾ നമ്മൾ ഇച്ചിരി ഉപ്പിട്ടിട്ടുണ്ട്. അതുകൊണ്ടാണ് ഇപ്പോൾ ഇളക്കിയത്. ഇനി നമുക്ക് ഇവിടേക്ക് വരാം. നമുക്കൊന്ന് ഇളക്കാം. പെട്ടെന്ന് ഇളക്കിയെങ്കിൽ അടിക്ക് പിടിക്കും. അവിടേക്കും കുഞ്ഞിലേക്ക് അവിടെ അടിക്ക് പിടിച്ചിട്ടല്ല. നമുക്ക് അടിക്കില്ല, എങ്കിൽ അവിടെ അടിക്ക് പിടിക്കും. ഇവിടെ ഇളക്കാം. പായസം ഇവിടെ തീ നമ്മൾ കൂട്ടിയാണ് വെച്ചിരിക്കുന്നത്. ഇതുപോലെ കുഞ്ഞായിട്ടാണ് എല്ലാം അരിഞ്ഞിരിക്കുന്നത്. കരിവേപ്പിലൊക്കെ ഇട്ടിട്ടുണ്ട്. സബോള, ക്യാരറ്റ്, കരിവേപ്പില, കടുക്, മുളക്, പിന്നെ എണ്ണ,
പിന്നെ 2.5 ഗ്ലാസ് വെള്ളം. ഇത്രയാണ് നമ്മൾ ചേർത്തിട്ടുള്ളത്. നമ്മൾ ഉപ്പുമാവിന് ഇത്രയും സാധനങ്ങൾ നമ്മൾ ചേർക്കാം. എന്നാലും നമ്മൾ ഉപ്പുമാവിന് വേണമെങ്കിൽ നമ്മൾ ഉപ്പുമാവിന് നമുക്ക് കപ്പലണ്ടി ഉണ്ടെങ്കിൽ കപ്പലണ്ടി ഒക്കെ ചേർക്കാം. മിക്സറിൻ്റെ അകത്ത് ചേർക്കുന്ന മിക്ക സാധനങ്ങളും നമുക്ക് ഇതിനകത്തും ചേർക്കാം. അതൊക്കെ ചേർത്താൽ നല്ല രുചിയായിരിക്കും. ഇത് ചെയ്താൽ ഇങ്ങനെ ചെയ്താൽ നല്ല രുചിയാട്ടോ. ഇപ്പോൾ വേഗം തുടങ്ങിയിട്ടുണ്ട്. നമുക്ക് പൊടിയിടാം. അത് ഇടുന്നതിൻ്റെ കൂട്ടത്തിൽ നമുക്ക് ഇളക്കാം. മൊത്തം ഇടണം. നല്ലപോലെ നമുക്ക് നമ്മുടെ ഉപ്പുമാവ് ഇളക്കാം. നല്ല കട്ടിയായിട്ടാണ് ഇളക്കാനായിട്ട്. നല്ലൊരു ഇതാണ് നമുക്ക് ഉപ്പുമാവ്. കടുകൊക്കെ പൊങ്ങി നല്ലപോലെ വേണം. ഇളക്കി കൊടുക്കാം. ഇപ്പോൾ നല്ലപോലെ ആയിട്ടുണ്ട്.